സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നാളെ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിന്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. 2024 മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ തുക സർക്കാർ വിതരണം ചെയ്തു വരികയാണ്. ഈ മാസവും പെൻഷൻ വിതരണം സർക്കാർ തുടരുകയാണ്. 5 മാസത്തെ തുക കുടിശ്ശികയാണെങ്കിലും അതിൽ 2 മാസത്തെ തുക ഈ വർഷവും ശേഷിക്കുന്ന 3 ഗഡുക്കൾ അടുത്ത വർഷവും വിതരണം ചെയ്തു തീർക്കും എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിലൊരു ഗഡു ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുമെന്ന അറിയിപ്പുകളും മുൻപ് എത്തിയിരുന്നു. ഇപ്പോഴിതാ 1 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയാണ് 29-ാം തീയതി മുതൽ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സർക്കാർ ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുവാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ തുക ലഭിക്കുന്നതായിരിക്കും. കുടിശ്ശികയുള്ള 5 മാസത്തെ പെൻഷനിൽ 1-2 മാസത്തെ പെൻഷൻ തുക കൂടി ഓണത്തോടനുബന്ധിച്ച് ഈ മാസം വിതരണം ചെയ്യുവാനും സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അത്തരത്തിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അത് വളരെ സന്തോഷം നൽകുന്ന നടപടി ആയിരിക്കും. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഗഡു ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 15-നുള്ളിൽ വിതരണം ചെയ്യുമെന്നും അറിയിപ്പുകൾ എത്തിയിരുന്നു. ഇതോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന ഗഡുക്കളുടെ വിതരണവും ഉണ്ട് എന്ന സൂചനയാണ് സർക്കാർ ഇപ്പോൾ നൽകുന്നത്. അതിനാൽ തന്നെ ഈ ഓണം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കും. ഓഗസ്റ്റ് മാസത്തെ തുകയായ 1600 രൂപ നാളെ മുതൽ വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്ക് നാളെയും മറ്റന്നാളുമായി തുക എത്തുന്നതായിരിക്കും. എന്നാൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ തുക എത്തുന്നവർക്ക് 2 അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞായിരിക്കും തുകകൾ എത്തിച്ചേരുക. പെൻഷൻ അടക്കമുള്ള ചെലവുകൾക്കായി ഇന്നലെ റിസർവ് ബാങ്ക് വഴി 3000 കോടി രൂപ സർക്കാർ കടമെടുത്തിരുന്നു. 15 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 1000 കോടി രൂപയും 35 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 2000 കോടി രൂപയുമാണ് കടം എടുത്തിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 25-ന് ആരംഭിച്ച മസ്റ്ററിംഗ് ഓഗസ്റ്റ് 24 വരെയായിരുന്നു സമയപരിധി അനുവദിച്ചിരുന്നത്. എന്നാൽ സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് അവസാന തീയതി സർക്കാർ ദീർഘിപ്പിച്ച് നൽകിയിരുന്നു. ഇനിയും നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യാൻ ഉള്ളതിനാലാണ് സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് തീയതി നീട്ടിയിരിക്കുന്നത്. ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും പൂർത്തിയാക്കിയവർക്കും നാളെ മുതൽ വിതരണം ചെയ്യുന്ന ആഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ ലഭിക്കുമെങ്കിലും സെപ്റ്റംബർ 30-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നങ്ങോട്ടുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അതിനാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.